പ്രഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആനിമേറ്റഡ് സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പ്രേ സിനിമയുടെ ഒരു സീക്വലാണ്. യെസ്, പ്രേ 2 എന്ന് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ പ്രേ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡാൻ ടാച്ചൻബർഗ് തന്നെയാണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് എന്താണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രേ സിനിമയുടെ ആ ഒരു സിനിമ കഴിഞ്ഞതിന്റെ ശേഷം ഇതിന്റെ ഡയറക്ടറിനോട് കുറച്ച് ഇന്റർവ്യൂവിനകത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടെ നിന്ന് നമ്മൾ പ്രഡേറ്ററിനെ എവിടെയായിരിക്കും നമ്മൾ ആക്ച്വലി കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. അതായത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവര് നമ്മൾ ഇപ്പോൾ കണ്ടതിനേക്കാളും മുമ്പേ എർത്തിൽ വന്നിട്ടുണ്ട്. ആൻഡ് പല ടൈം ലൈനിൽ അല്ലെങ്കിൽ പല പീരിയഡിനകത്ത് പ്രഡേറ്റർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും. ആൻഡ് ആ ഒരു ഐഡിയയുടെ മാനിഫെസ്റ്റേഷനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ആനിമേറ്റഡ് ഫിലിം ആയിട്ടുള്ള കില്ലർ ഓഫ് ദ കില്ലേഴ്സിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള. സോ എന്താണ് പ്രഡേറ്റർ ദ കില്ലർ ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്റ്റോറി എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ആക്ച്വലി 3 ടൈം പീരീഡ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. ഒരു വൈക്കിങ്ങിന്റെ ഒരു എറ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു സാമുറൈയുടെ എറ, പിന്നെ നമ്മുടെ കറന്റ്ലി 1940s സംഭവിക്കുന്ന ആ ഒരു അമേരിക്കൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് എന്നോട് ചോദിക്കണേ, എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സാമുറൈ എറ തന്നെയാണ്. ഫ്യൂഡൽ ജപ്പാൻ നമുക്ക് ഇതിനകത്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു സ്റ്റോറി ലൈനും അതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രഡേറ്റർ 1 പൊളിയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് പറയുകയാണെങ്കിൽ വൈക്കിങ്സ് നൈസ് തന്നെയായിരുന്നു. പക്ഷേ വൈക്കിങ്സിനകത്ത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രഡേറ്റർ ആയിട്ടുള്ള ഫൈറ്റ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി 1940s ഏരിയൽ കോമ്പാക്റ്റിൽ നമ്മൾ ആക്ച്വലി പ്രഡേറ്ററിനെ കണ്ടിട്ടില്ല. പ്രഡേറ്റർ എപ്പോഴും ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള അറ്റാക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഏരിയൽ കോമ്പാക്റ്റും കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ബാക്ക് സ്റ്റോറി എന്നുള്ള രീതിയിൽ അവർ നമ്മളെ കാണിച്ചു തന്നേക്കണേ. അതായത് 3 ഡിഫറെൻറ്റ് സിനാറിയോ അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ടൈം ലൈനകത്ത് പ്രഡേറ്റർ ഉണ്ടാവും. ആൻഡ് അതിനകത്തൊക്കെ പ്രഡേറ്ററിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുള്ള സർവൈവേഴ്സിനെ പ്രഡേറ്റർ ക്യാപ്ചർ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു 3 ടൈം ലൈൻ അല്ലെങ്കിൽ 3 എറയിലുള്ള ആൾക്കാർ കൂടി ചേർന്നിട്ട് ടീം അപ്പ് ആയിക്കഴിഞ്ഞാൽ ഇവർ പ്രേ ആകുമോ അതോ ഇവർ പ്രഡേറ്റർ ആകുമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ആനിമേഷൻ അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പോരായ്മ എന്താണെന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ആദ്യത്തെ ആ ഒരു വൈക്കിങ്ങിൻ്റെ എപ്പിസോഡിനകത്തുള്ള FPS ഭയങ്കര ചോപ്പിയായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ ഭയങ്കര FPS ഡ്രാഗ് ആയിട്ട് ഏതാണ്ട് ഒരു 10ലോ 5ലോ വരെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷട്ടറിങ് എനിക്ക് തോന്നി. ആൻഡ് അതിനുശേഷം നമ്മുടെ ജപ്പാനിലെ എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ആൻഡ് ലാസ്റ്റത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് ഈ ഒരു FPSൻ്റെ ഇഷ്യൂ മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പറഞ്ഞ 3 ഡിഫറെൻറ്റ് സ്റ്റോറീസും കാണിക്കുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻ സ്റ്റൈലിലും കൂടിയാണ് അവർ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ ഇനി വരാൻ പോകുന്ന ബാറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞ പ്രഡേറ്റർ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസും കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേ സിനിമ കണ്ടിട്ടുള്ളവർ എന്താണെങ്കിലും ഇത് കാണേണ്ടത് തന്നെയാണ്. അതാ ഞാൻ പറയുന്നത്, ഇത് സത്യം പറഞ്ഞാൽ പ്രേ 2 തന്നെയാണ്. കാരണം എത്രയേ പറയുന്നത്, പ്രേ ഫിലിമിൻ്റെ എൻഡിങ്ങിനകത്ത് ആൻഡ് നമ്മുടെ ആ ഒരു മെയിൻ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം സിനിമ തീർന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് ടൈറ്റിൽ കാർഡിനകത്ത് അവർ നമ്മളിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്, ചെറിയ ചെറിയ ഡ്രോയിങ് എന്നുള്ള രീതിയിൽ. ആൻഡ് അതിൻ്റെ ആൻസർ സത്യം ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് അവസാനം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഒരു ക്യാരക്ടറിന് സംഭവിച്ചത്, ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബാറ്റ്ലാൻഡ് സിനിമയുടെ ട്രെയിലറിലേക്ക് നമ്മൾ നോക്കിയാൽ ഏകദേശം ഇതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ബാറ്റ്ലാൻഡ് സിനിമ ഇത് രണ്ടും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സിനിമയാകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഡേറ്റേഴ്സിനെ അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വലിയ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ജനറലിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ആ ഒരു ഹൈറാർക്കി നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി കാണാം. ആൻഡ് ആദ്യമായി തന്നെ ഇത്രയും ഫീച്ചർ ചെയ്ത് നമുക്ക് പ്രഡേറ്ററിൻ്റെ പ്ലാനറ്റ് നമുക്ക് വേറെ ഒന്നിലും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാറ്റ്ലാൻഡ് സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടെറിട്ടറിയാണ് അത്. കാരണം ഏലിയൻ ഫ്രാഞ്ചൈസിൽ ഏലിയൻസിൻ്റെ വേൾഡ് അന്വേഷിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. നമ്മൾ എഞ്ചിനീയേഴ്സിൻ്റെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഏലിയൻസിൻ്റെ അതിനകത്ത് നമ്മൾ എത്തിയിട്ടില്ല. സോ അതും കൂടി നമുക്ക് ഏകദേശം നല്ലൊരു എന്താ പറയുക, ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു സീൻ നമുക്ക് ഈ ഒരു ആനിമേറ്റഡ് സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വോയിസ് ആക്ടിങ് കിടിലൻ തന്നെയായിരുന്നു. കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാനിലെ ആക്ഷൻ സീക്വൻസ് ആണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഫൈനലി ഇവർ തമ്മിൽ ടീമപ്പ് ചേർന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ്, ആ ഒരു കൊളോസിയത്തിൽ നിന്നിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളും എല്ലാം വൻ പോലെ തന്നെയാണ്. കാരണം ഒരു കോമൺ എനിമിയെ നമുക്ക് എങ്ങനെ ഒരു ടീം ചേർന്നിട്ട് നമുക്ക് തോൽപ്പിക്കാം, അതായത് ഒരു ടീം
ബ്രെയിൻ പവർ എന്താണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സോ ഇതെല്ലാം തന്നെയാണ് പ്രഡേറ്റർ ദ കില്ലർ ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം തന്നെ. എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങാൻ പോണ ബാഡ്ലാൻഡ് സിനിമ കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം അതേപോലത്തെ ഒരു എൻഡിങ്ങിലാണ് ഈ ഒരു സിനിമ കൊണ്ടുവന്ന് അവർ നിർത്തിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഡേറ്റർ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ സിനിമ തന്നെ. ആൻഡ് എൻ്റെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 എന്ന് ഞാൻ പറയും. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് പ്രഡേറ്റർ ഏതായിരുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത് എന്നുള്ളൊരു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രഡേറ്ററും അത് ജപ്പാനിലെ പ്രഡേറ്റർ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. കുറേ വെറൈറ്റി കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറേ വെറൈറ്റി മെഷീൻസ് ഒക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ് പ്രഡേറ്റർ ദ കില്ലേഴ്സ് ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം തന്നെ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഞാനായിട്ട് പങ്കുവയ്ക്കാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.